മാവേലിക്കര മണ്ഡലത്തിലെ വിലയിരുത്തലുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. UDF-നായി സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ്, LDF-നായി യുവമുഖം CA അരുൺകുമാർ, NDA-ക്കായി ബൈജു കലാശാല എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, കൊടിക്കുന്നിലിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതുപോലുള്ള ഒരു സമഗ്രാധിപത്യം നിലനിർത്താനാകുമോ ഇത്തവണ? LDF CA അരുൺകുമാർ എന്ന പുതിയ ഒരു മുഖത്തെയാണ് മത്സരരംഗത്ത് ഇറക്കിയിരുന്നത്. പക്ഷേ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട് മാവേലിക്കരയിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. CPI ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി മാവേലിക്കര കണക്ക് കൂട്ടുന്നു. NDA-യുടെ ബൈജു കലാശാല എത്ര വോട്ടുകൾ പിടിക്കുമെന്നത് നിർണായകമാണല്ലേ? വിനീത, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ ലഭിച്ച ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിൽ പോലും ഇത്തവണയും കൊടിക്കുന്നിൽ മണ്ഡലം നിലനിർത്തുമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് വിവിധ മേഖലകളിൽ ഈ കൊടിക്കുന്നിലിന് ലീഡ് നേടാൻ കഴിയുമെന്ന് കണക്കുകൂടുന്നു. അതിനപ്പുറത്തേക്ക് LDF കണക്ക് കൂട്ടിയത് യുവമുഖത്തെ രംഗത്തിറക്കി മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കൊടിക്കുന്നിലിനെതിരെ മണ്ഡലത്തിൽ ഒരു വികാരമുണ്ടെന്ന് കോൺഗ്രസ് തന്നെ ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. തുടർച്ചയായി MP ആയി അത്തരത്തിലുള്ള ചില എതിർപ്പുകൾ പാർട്ടിയിലടക്കം ഉണ്ടായിരുന്നു എന്ന വിലയിരുത്തൽ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ മാറ്റുന്നതിനെക്കുറിച്ചടക്കം ആലോചന നടന്നിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായപ്പോൾ കൊടിക്കുന്നിലിന് മേൽക്കൈ ലഭിച്ചു എന്ന വിലയിരുത്തലാണ് UDF-നുണ്ടായത്. ഏതായാലും പുതുമുഖത്തെ ഇറക്കി, ഒരു യുവാവിനെ ഇറക്കി അവിടെ മണ്ഡലം പിടിക്കാനുള്ള അടുക്കും ചിട്ടയുമായുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് LDF കേന്ദ്രങ്ങളിലുള്ളത്. ഏതാണ്ട് 40,000-നും 45,000-നും വോട്ടിന് കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്ന് UDF ക്യാമ്പ് അവകാശപ്പെടുമ്പോൾ ഏതാണ്ട് അത്ര തന്നെ, ഏതാണ്ട് 40,000-ഓളം വോട്ടുകൾക്കെങ്കിലും മണ്ഡലം പിടിച്ചെടുക്കാൻ, അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് LDF ക്യാമ്പും വിശ്വസിക്കുന്നു. നേരത്തെ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന ബൈജു കലാശാല NDA ക്യാമ്പിലെത്തിയപ്പോൾ NDA-ക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അവിടെ ഏതാണ്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് NDA കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടെങ്കിലും ബൈജു കലാശാല നേടുമെന്ന് BJP കേന്ദ്രങ്ങൾ, NDA കേന്ദ്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്നതിന് നിരത്തുന്ന കാര്യങ്ങൾ, ഒന്ന് NSS-ന്റെ അനുകൂല നിലപാടാണ്. കൊടിക്കുന്നിലിന് അനുകൂലമായ നിലപാട് NSS സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. അതിനപ്പുറത്തേക്ക് മണ്ഡലവുമായുള്ള കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ബന്ധം, അവിടെയുള്ള വോട്ടർമാരുമായി വളരെ അടുത്ത ബന്ധം കൊടിക്കുന്നിൽ സുരേഷിനുണ്ട്. അതൊക്കെ കൃത്യമായി ഈ തവണയും വോട്ടായി മാറുന്നു. അതുകൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് അവസാന മണിക്കൂറിൽ വോട്ട് എണ്ണലിന് ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കൾ, ചുമതലയുള്ള KC ജോസഫ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരേപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഈ തവണയും മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. 4-ാം ഊഴത്തിന് കൊടിക്കുന്നിൽ സുരേഷ് 4-ാം ഊഴം ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അരുൺകുമാറും വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കൂടുതൽ വോട്ടുകൾ പിടിക്കാമെന്ന ബൈജു കലാശാലയും കണക്കുകൂട്ടുന്നു എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്.